ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ, അതും കുക്കറിൽ. അപ്പൊ അതിനായിട്ട് കുക്കറിൽ കുറച്ച് ഓയിൽ ആദ്യം ഒഴിക്കുക. അതിനുശേഷം കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. ഈ കുക്കറിൽ ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേഗം കഴിയുകയും ചെയ്യും, സമയലാഭം. അപ്പൊ ഒരു നല്ല കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കുന്നതല്ലേ കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം. ഇനി നമ്മൾ ഈ വാടി വന്നിട്ടുള്ള സവാളയിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളി സവാളനെ പോലെ തന്നെ ഒന്ന് വാടി വന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കൊരു വലിയൊരു പോണി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സ്പൈസസും ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നെയ്യും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ബിരിയാണിയുടെ അരി വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സവാളയും കാഷ്നട്ടും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വേറെ ഒന്നിനല്ല, നമ്മൾ ബിരിയാണിയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. എനിക്ക് പൊതുവെ ഇഷ്ടമല്ല, എന്നാലും ഇതിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഗൈസ് ബിരിയാണിക്ക്. അപ്പം ഇത് വറുത്തിട്ടിട്ട് കൊടുക്കാം. അതിന് നമ്മൾ വാടി വന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഈ ഇടുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മസാലപ്പൊടിയാണ്. പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തൈരാണ് ഗൈസ് നമ്മുടെ ഇതിനൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത്. ഇതിൽ മിസ്സായ ഒരു സാധനം എന്താണെന്നറിയോ? ഉപ്പും മുളക് പൊടിയും. ഇത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ക്ലിപ്പ് ഇതിൽ കാണില്ല, അതാണ് ഞാൻ ഇടാണ്ടിരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആ ബിരിയാണിക്ക് ഇട്ടിട്ട്, ബിരിയാണിയുടെ അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഈ തിളച്ച് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുള്ള ചിക്കൻ കറിയിലേക്ക് ഈ അരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സവാള വറുത്തതും പുതിനയില അതുപോലെ തന്നെ നെയ്യൊക്കെ ഒഴിച്ച് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി അടിയിലാണ് നമ്മുടെ കറി കിടക്കുന്നത്. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല എല്ലാ ഭാഗവും കിട്ടും നമുക്ക്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല സോഫ്റ്റ് ആയിട്ടാ ചിക്കൻ. നോക്കി, ചിക്കൻ എടുത്തു, ഇത്തിരി കച്ചമ്പർ എടുത്തു, ഒരു കഷ്ണം മാങ്ങച്ചാർ, എന്നിട്ട് ഇത് മൂന്നും കൂടി ഇങ്ങനെ കുഴച്ച് എന്നിട്ട് ഗ്രേവി കുറച്ചെടുത്തു, കുഴച്ചിട്ട് സൂപ്പറാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കുക്കറിൽ ഇങ്ങനെ ചിക്കൻ ദം ബിരിയാണി ആയിട്ട് വെക്കണത്. അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല ഗ്രേവി ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.